2012 ശേഷം വീണ്ടും യൂറോപ്പിലെ രാജാക്കന്മാരായിരിക്കുകയാണ് ചെൽസി എന്ന നീലപ്പട. ഇന്നലെ പോർട്ടോയിലെ എസ്റ്റാഡിയോ ഡോ ഡ്രഗാവോ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചിരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്തൊരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ചെൽസി കിരീടത്തിൽ മുത്തമിട്ടത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ഇന്നലെ കളി കണ്ടവരുടെ ഹൃദയം അടിച്ചോണ്ട് പോയിരിക്കുകയായിരുന്നു കാൻറ്റെ എന്ന മാസ്റ്റർ ക്ലാസ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കളിയെ വർണ്ണിക്കുക എന്ന് എനിക്കറിയില്ല. സിറ്റി എന്ന താരനിബിഡമായൊരു ടീമിനെ പിടിച്ചു കെട്ടുകയായിരുന്നു കാൻറ്റെ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കാൻറ്റെക്ക് തുഷീൽ നൽകിയ പൊസിഷൻ ഏതാണ് എന്ന് വരെ കൺഫ്യൂഷനായി പോകുമായിരുന്നു. ഇന്ന് ചെൽസി മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ കിരീടം ഉയർത്തിയപ്പോൾ ചെൽസി ഒരു താരത്തിനോട് നന്ദി പറയുന്നുണ്ടെങ്കിൽ ആ താരത്തിൻ്റെ പേരാണ് എൻഗോളോ കാൻറ്റെ. ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കുള്ള യാത്രയിൽ ഒരു ചെറിയ ഫ്രഞ്ച് മനുഷ്യൻ വഹിച്ച പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന നിഷ്കളങ്കനായ കൊലയാളി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാൻറ്റെ എന്ന താരം വർത്തമാന ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച മധ്യനിര താരമാണ് എന്ന് അടിവരയിടുന്ന മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരങ്ങൾ നിറഞ്ഞ ആക്രമണ നിരയെ ഒറ്റയ്ക്ക് വിരിഞ്ഞു കെട്ടിയ പ്രകടനമായിരുന്നു ഗ്രൗണ്ടിൻ്റെ മധ്യത്തിലിറങ്ങിയ കാൻറ്റെ നടത്തിയത്. ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചായ കാൻറ്റെ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സെൻട്രൽ മിഡ്ഫീൽഡറായി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ കൗണ്ടറുകളോ സ്ഥിരം ത്രൂ പാസുകളോ ഒന്നും നടത്താൻ സിറ്റിയുടെ താരങ്ങൾക്ക് കഴിഞ്ഞില്ല. ഫിൽ ഫോഡനും സ്റ്റെർലിങ്ങും ബെർണാണ്ടോ സിൽവയും കെവിൻ ഡിബ്രോയിനുമൊക്കെ വെള്ളം കുടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിറ്റി മിഡ്ഫീൽഡിലെ ബുദ്ധികേന്ദ്രമായ ഡിബ്രോയിനെ കാൻറ്റെ പിടിച്ചു കെട്ടിയതോടെ അവരുടെ മുന്നേറ്റങ്ങൾക്ക് കൃത്യത കുറഞ്ഞു. ചെൽസിയുടെ മധ്യനിരയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച കാൻറ്റെ ചെൽസി ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. പ്രതിരോധവും ആക്രമണവും ഒരുപോലെ കൈകാര്യം ചെയ്ത കാൻറ്റെ ഇന്നലെ മൈതാനത്തിൻ്റെ എല്ലാ കോണിലും ഉണ്ടായിരുന്നു. മികവ് പുലർത്തുന്ന സിറ്റി മിഡ്ഫീൽഡിനെ തൻ്റെ ഊർജവും ബുദ്ധിയും വിഷനും വേഗതയും ഉപയോഗിച്ച് കാൻറ്റെ പിടിച്ചു കെട്ടുകയായിരുന്നു. വേഗതയുള്ള ഓട്ടത്തിലൂടെ ചെൽസിയുടെ കൗണ്ടർ അറ്റാക്കുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കാൻറ്റെ. ഇന്നലെ മത്സരം സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ ലോക ഫുട്ബോളിൽ തൻ്റെ റോൾ ചെയ്യാൻ മികച്ചവർ ആരുമില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു കാൻറ്റെയുടേത്. ഫൈനൽ മത്സരത്തിലെ പ്രകടനത്തിലൂടെ എൻഗോളോ കാൻറ്റെ വലിയ മത്സരങ്ങളിലെ കളിക്കാരൻ എന്ന തൻ്റെ ടാഗിനെ ന്യായീകരിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. സ്വന്തം ബോക്സിൻ്റെ അരികിൽ ഒരു മികച്ച സ്ലൈഡിംഗ് ടാക്ലിങ്ങുകൾ നടത്താനും മിഡ്ഫീൽഡിൽ പന്ത് കൈവശം വെക്കാനും പൊസിഷൻ വീണ്ടെടുക്കാനും പ്രതിരോധത്തിൽ ഉയർന്നു ചാടി ഹെഡ് ചെയ്യാനും എല്ലായിടത്തും കാൻറ്റെ ഉണ്ടായിരുന്നു. ഈ സീസണിന്റെ തുടക്കം പരാജയപ്പെട്ടൊരു ടീം യൂറോപ്യൻ ചാമ്പ്യന്മാരായപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച തുഷീൽ എന്ന കോച്ച് തൻ്റെ പദ്ധതികൾ നടപ്പാക്കപ്പെട്ടത് 5 അടി 5 ഇഞ്ച് മാത്രം പൊക്കമുള്ള ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ജനറിലൂടെയാണ്. പെപ് ഗാർഡിയോള എന്ന അതികായനായ കോച്ചിനും മഹാനായ കെവിൻ ഡിബ്രോയിനും അസ്ത്രങ്ങളില്ലാതെയായത് ആ ഫ്രഞ്ചുകാരനായ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് മുന്നിലാണ്. കളിക്കിടയിൽ എവിടെയോ പെപ്പ് തൻ്റെ കളിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങളുടെ ആക്രമണങ്ങൾ കാൻറ്റെ കളിക്കുന്നിടം കാണാതിരിക്കട്ടെ. തനിക്ക് തടയാനാകില്ല അയാളെ എന്ന് മനസ്സിലായ ആ കോച്ച് അയാൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി നീങ്ങുവാൻ തൻ്റെ കളിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. എന്നാൽ അവിടെയും അയാൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. കാരണം അയാൾ കാത്തത് മൈതാനമാകെയാണ്. 10ഓളം റിക്കവറീസാണ് അയാൾ ഇന്നലെ നടത്തിയ ടാക്കിൾസ് എല്ലാം പരിപൂർണ വിജയവും. ഉയരം കുറഞ്ഞ ആളായിട്ടും 57% ഏരിയൽ ഡുവൽസിലും വിജയിച്ചു എന്നോർക്കുമ്പോഴാണ് അയാളുടെ ഇമ്പാക്റ്റിൻ്റെ പൂർണ്ണത അറിയുന്നത്. റോഡിനെ മൊത്തം കവർ ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു ബാരിക്കേഡായിരുന്നു അയാൾ ഇന്നലെ. 60% ബോൾ കൈവശമുണ്ടായിട്ടും സിറ്റി 7 ഷോട്ടുകളാണ് ഇന്നലെ ഗോളിലേക്ക് പായിച്ചത്. അതിൽ തന്നെ മെൻഡിക്ക് തടുക്കേണ്ടി വന്നത് ഒരു ഷോട്ട് മാത്രമാണ്. ചെൽസിയുടെ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കപ്പെട്ട നീക്കങ്ങളിൽ മൗണ്ടിനുള്ള സ്വാധീനം അതീവതയാകുമ്പോഴും അതിനുള്ള കേന്ദ്രബിന്ദു കാൻറ്റെ എന്ന ആ ചെറിയ മനുഷ്യൻ തന്നെയായിരുന്നു. ഒരു കീപ്പാസും ഒരു ഷോട്ടും 2 ട്രിബിളിങ്ങുകളും അയാൾ നടത്തുകയും ചെയ്തു. പണ്ട് ലെസ്റ്റർ സിറ്റി എന്ന കുഞ്ഞു ടീം പ്രീമിയർ ലീഗ് ഉയർത്തിയപ്പോൾ മെഹ്റസും വാർഡിയും ലോകം മുഴുവൻ പ്രകീർത്തികമാക്കപ്പെട്ടപ്പോൾ യഥാർത്ഥ ഹീറോ കാൻറ്റെയായിരുന്നു. കാൻറ്റെ ലെസ്റ്ററിൽ കളിക്കുന്ന സമയത്ത് തൻ്റെ സഹകളിക്കാർ പറഞ്ഞിരുന്നത് കാൻറ്റെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കളിക്കാരൻ അധികമുള്ള ഒരു അനുഭവമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെൽസി അയാളെ തൊട്ടടുത്ത സീസണിൽ തന്നെ തങ്ങളുടെ പക്കലിലേക്ക് എത്തിച്ചത്. ഇന്നലെ കളിയിൽ ഓരോ നിമിഷവും അത് അനുഭവപ്പെടുകയായിരുന്നു. ചെൽസി ടീമിൽ ഇന്നലെ
ചെൽസിക്കൊപ്പം യൂറോപ്പ ലീഗ് കിരീടം നേടിയ കാൻറ്റെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത മാസം നടക്കാനുള്ള യൂറോ കപ്പിൽ ഫ്രാൻസിനെ നയിച്ചുകൊണ്ട് ഫ്രാൻസ് കിരീടമുയർത്തിയാൽ കാൻറ്റെ ബാലൻ ഡിയോർ നേടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.